ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുക. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാറ് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലെ കുളത്തൂർമൊഴിക്കടുത്ത് മുണ്ടത്താനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ 40 വയസ്സ് പ്രായമുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ 4ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ ജനിച്ചതിൻ്റെ 30ാമത്തെ ദിവസം എൻ്റെ പിതാവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ സമയം വരെ മാനുഷിക തലത്തിൽ ഒരു വ്യക്തിയെ അച്ഛാന്ന് വിളിക്കുവാനോ ഒരു പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാനോ എനിക്ക് സാധിച്ചില്ല. അപ്പനില്ലാത്ത എന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുമിത്രാദികൾ വിളിച്ചുകൊണ്ടിരുന്ന തന്തയില്ലാ മോനെ എന്നാണ്. രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ ബന്ധുക്കളിൽ ആരെങ്കിലും അമ്മയോട് വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം, ആ തന്തയില്ല ഡാഷ് മോൻ എഴുന്നേറ്റില്ലേടി എന്ന്. ഡാഷ് എന്നതാണെന്ന് പറയുവാൻ എനിക്ക് അനുവാദമില്ല. അത് ഈ ദേശത്തെ ഭാഷയ്ക്ക് അനുസൃതമായിട്ട് നിങ്ങൾ തന്നെ പൂരിപ്പിച്ചാൽ മതിയാകും. അപ്പനില്ലാത്ത എന്നെ വളർത്തുവാൻ വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ഒത്തിരിയേറെ കഷ്ടതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന മില്ലുകൾ ഒന്നും യഥേഷ്ടമായി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വീടുകളിൽ അതിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കല്ലൊരലിനകത്ത് ഇരുമ്പൊലക്ക കൊണ്ട് അരിയും മുളകും കാപ്പിയും ഒക്കെ ഇടിച്ചു പൊടിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 4 വയസ്സൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. 1 വയസ്സോളം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു കയ്യാലയിൽ ചേർത്ത് വെച്ച് ഇടിച്ചതിൻ്റെ ഫലമായി ഇടികൊണ്ട് അമ്മയുടെ വലത് സൈഡിലെ ഒരു കിഡ്നിക്ക് കേട് സംഭവിച്ചു. ആ കിഡ്നിയുടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് 10-30 അടി പൊക്കമുള്ള ഒരു തൈത്തെങ്ങിൽ നിന്ന് 4 തേങ്ങ ഉൾപ്പെടുന്ന ഒരു കുല തേങ്ങ ഒരു തോട്ടി കൊണ്ട് അറുത്ത് താഴേക്കിട്ടപ്പോൾ അത് ഓലമുടലേക്കൂടെ തെന്നി അമ്മയുടെ തലയിലേക്ക് വന്ന് വീണ് അമ്മയുടെ തലയ്ക്ക് ക്ഷതമേറ്റ് അമ്മയുടെ തല വിറയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. അമ്മയുടെ പേരിലുള്ള 47 സെൻറ്റ് വസ്തുവിൽ മറ്റു ചില ബന്ധുക്കൾ നിറയെ കൃഷി ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ ബന്ധുക്കൾ കന്നുകാലികളെ അഴിച്ചുവിട്ട് ഈ കൃഷിയെല്ലാം നശിപ്പിക്കും. അമ്മ ഇത് കാണുന്ന അവസരത്തിൽ അമ്മ വടിയെടുത്ത് നല്ല അടി കൊടുത്ത് ഈ കന്നുകാലികളെല്ലാം ഓടിച്ചു വിടും. പിന്നീട് അമ്മയുടെ സ്വരം കേൾക്കുന്നത് ഈ കന്നുകാലികളെല്ലാം ഓടി രക്ഷപ്പെടും. എന്നാൽ ഇതിൻ്റെ കൊച്ചു കിടാങ്ങളെല്ലാം ഈ പറമ്പിൽ തന്നെ നിൽക്കും. കൃഷി നശിപ്പിച്ചതിൻ്റെ വാശിയിൽ അമ്മ ഈ കിടാങ്ങളെയെല്ലാം വീടിൻ്റെ മുറ്റത്ത് പിടിച്ച് കെട്ടിയിടും. പശുവിനെ കറക്കാൻ സമയമാകുമ്പോൾ ഈ കിടാങ്ങളില്ലാതെ അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ കറക്കാൻ സാധിക്കാത്തതിനാൽ ഈ ബന്ധുക്കൾ വന്ന് ഈ കിടാങ്ങളെ ചോദിക്കുമ്പോൾ അമ്മ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അമ്മയിൽ നിന്ന് അതിനെ വാങ്ങിയെടുക്കുവാൻ വേണ്ടി ഈ ബന്ധുക്കളും അമ്മയും തമ്മിൽ വാക്കേറ്റമുണ്ടാകും. അവസാനം അത് കയ്യാങ്കളിയിൽ അവസാനിക്കും. ഈ ബന്ധുക്കളിൽ പ്രായമായ 4-5 ആൺമക്കളുടെ ക്രൂരമായ മർദ്ദനത്തിന് പലപ്പോഴും അമ്മയ്ക്ക് വിധേയയാകേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ഇവരുടെ മർദ്ദനമേറ്റ് ഒരു തെങ്ങിൻചോട്ടിലെ കമിഴ്ന്ന് കിടക്കുന്ന അമ്മ സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ നാട്ടുകാർ ചെന്ന് അമ്മയെ നിവർത്തിയിടുമ്പോൾ അമ്മയുടെ പല്ലും നാക്കുമെല്ലാം കൂടെ കടിച്ച് അമ്മയുടെ വായിൽ നിന്ന് രക്തമൊക്കെ പുറത്തേക്ക് ഒഴുകിയിറങ്ങുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശാരീരികമായി ആരോഗ്യം നഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ എന്നേക്കുമായി ഈ മകനെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു.
ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. ആ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മ മണിയടിച്ചു. കന്യാസ്ത്രീ അമ്മമാർ ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ അവസാനമായി എൻ്റെ അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഒരു ചിരി ഞാൻ അമ്മയെ ചിരിച്ചു കാണിച്ചെന്നാണ് പറയപ്പെടുക. എൻ്റെ ചിരി കണ്ട് മയങ്ങിയിട്ടാകാം ആ അനാഥ മന്ദിരത്തിൽ എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല. അവിടെ നിന്ന് വീണ്ടും എന്നെ തിരികെ എടുത്ത് സ്വദേശത്തേക്ക് അമ്മ തിരിച്ചു വന്നു. ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് അന്ന് വരെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടുകളിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു വന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തുവാനായിട്ട് ആരംഭിച്ചു. ഭിക്ഷക്കാരിയായ അമ്മയുടെ തുണിത്തുമ്പിലും വിരൽത്തുമ്പിലും പിടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രമാണ് ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പ്രഭാഷകൻ 29-24 വചനം പറയുന്നുണ്ട്, വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്, വാ പൊത്തി നിൽക്കേണ്ടി വരും എന്നാണ് പ്രഭാഷകൻ പറയുക. അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന 100 കണക്കിന് വീടുകളുടെ അടുക്കള വാതുക്കൽ പോയി ഒരല്പം ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം കൈകെട്ടിയും വാപൊത്തിയും നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ ഒരു 10 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഈ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധുക്കൾക്കെതിരെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അമ്മ അവർക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ പ്രതികാരം എന്നോണം ഒരു രാത്രിയിൽ ഓരോ കീറ് ഓല കൊണ്ട് മറച്ച് ഒറ്റമുറി ഉണ്ടായിരുന്ന ഒരു ഓലപ്പര ഒരു രാത്രിയിൽ ഈ ബന്ധുക്കളിൽ ചിലരെ തീയിട്ട് നശിപ്പിച്ചു. വീണ്ടും വളരെ അത്ഭുതകരമായ രീതിയിൽ ആ അഗ്നിയുടെ നടുവിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. വീണ്ടും അവിടെ ഒരു വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ അത് ജീവന് കൂടി അപകടമാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവിടെ ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് അവിടുന്ന് ഒരു 6 കിലോമീറ്റർ അകലെ നെടുങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസം ആരംഭിച്ചു. നെടുങ്കുന്നത്ത് താമസം ആരംഭിച്ച് 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന 10 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ദിവസം അയൽക്കാരനായ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൂടി 5-8 തേങ്ങ മോഷ്ടിച്ച് ഒരു കടയിൽ വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നു. എൻ്റെ കൂടെയുള്ളത് ഒരു കള്ളൻ്റെ മകനായിരുന്നത് കൊണ്ടും ഞങ്ങളിത് മോഷ്ടിച്ചതാണെന്ന് കടക്കാരന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ ഇരുവരെയും പിടിച്ച് തൊട്ടടുത്ത കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലാക്കി. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3ാമത്തെ ദിവസം ഇറങ്ങി നാട്ടിലേക്കും വീട്ടിലേക്കും കടന്നു ചെന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമെല്ലാം കള്ളൻ എന്ന് വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. തന്തയിലമോൻ എന്നുള്ള അഡ്രസ്സിൻ്റെ കൂടെ കള്ളൻ എന്ന മുദ്ര കൂടെ പതിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസം എന്നേക്കുമായി അവസാനിപ്പിച്ച് നെടുങ്കുന്നം മാർക്കറ്റിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്ന ആ സാഹചര്യത്തിൽ ആ തെരുവിലുള്ള അന്നും ഇന്നും എനിക്ക് പ്രിയങ്കരരായ എൻ്റെ സഹോദരങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമത്തത്തിലേക്ക് എന്നെ നയിച്ചു. ഏതാണ്ട് ഒരു 14 വയസ്സൊക്കെ ആയപ്പോഴേക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമയായി ഞാനൊരു തെരുവ് ജീവിതം ആരംഭിച്ചു. അതിനേക്കാൾ ഉപരിയായി പറഞ്ഞാൽ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ അർഹത ഉണ്ടായിട്ടും ആ വ്യക്തിക്ക് നിഷേധിക്കപ്പെടുന്ന സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളല്ല നമ്മുടെ ദുഃഖമെന്ന് പറയുക, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളുടെയും നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധികളുടെയും ഒക്കെ നടുവിൽ എന്നെയൊന്ന് മനസ്സിലാക്കുവാൻ, സ്നേഹത്തോടെ എന്നോടൊരു ആശ്വാസ വാക്ക് പോലും പറയാൻ എനിക്കാരുമില്ലല്ലോ എന്നുള്ള വേദനയാണ് ഒരുപക്ഷെ ഒരു വ്യക്തിയെ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിപ്പിക്കുക. ഗാന്ധിജി പറഞ്ഞത് 100% ശരിയാണെന്ന് എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ്. ഒരു പിതാവിനെ കാണുവാനോ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാനോ എനിക്ക് സാധിച്ചില്ല. പകലന്തിയോളം ഭിക്ഷ യാചിച്ച് സന്ധ്യാസമയത്ത് ഒരു തുണിസഞ്ചിക്കകത്ത് പച്ചരിയും ചാക്കരിയും കുത്തരിയും നാണയത്തുട്ടുകളും മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പടയുടെ കഷ്ണങ്ങളുമൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിലേക്ക് കയറി വന്നാൽ അതൊരു ചാക്കാലോ പായലോ കുടഞ്ഞിട്ട് ഇതിൽ നിന്ന് സാധനങ്ങളെല്ലാം തമ്മിൽ വേർതിരിച്ചു വരുമ്പോൾ രാത്രി വളരെയേറെ വൈകും. ആ വൈകുന്ന വേളയിൽ അല്പം കഞ്ഞിയും തന്നിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് മകനെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കാനുള്ള സമയം ജീവിതത്തിൽ ആവോളം കിട്ടിയില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈ മകന് വേണ്ടിയാണ് അമ്മ ജീവിച്ചത്. ഒരുപക്ഷെ ഈ മകന് വേണ്ടി മാത്രമാണ് അമ്മ ജീവിച്ചത്. പക്ഷെ അതൊന്ന് പ്രകടിപ്പിച്ച് കാണിക്കുവാൻ അനുഭവം
അനുഭവവേദ്യമാക്കുവാനുള്ള ഒരു സമയം ജീവിത സാഹചര്യങ്ങളിലെ ഞെരുക്കത്തിൻ്റെ നടുവിൽ അമ്മയ്ക്കും കിട്ടിയില്ല. അപ്പോൾ അപ്പനിൽ നിന്ന് സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിച്ചില്ല, അമ്മയിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിൽ അത് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ സ്നേഹം തരേണ്ടത് സഹോദരങ്ങളാണ്. എൻ്റെ 3 സഹോദരങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ 2 പേര് മരിച്ചുപോയി, പിന്നെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ ചേട്ടനെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ജനിക്കുന്നതിന് ഏതാനും നാളുകൾ മുമ്പ് ചേട്ടൻ വീട് വിട്ടുപോയി. എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ചേട്ടൻ മടങ്ങി വന്നു. ചേട്ടൻ മടങ്ങി വന്ന് കൂട്ടുകൂടിയത് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിലാണ്. അവരുടെ കൂടി ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ഒരു വേള അവരുടെ വാക്ക് കേട്ട് എന്നെ കൊല്ലാൻ പോലും ശ്രമിച്ച ഒരു സഹോദരനിൽ നിന്ന് ഒരു സഹോദരൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാനോ അത് അനുഭവിക്കുവാനോ മനസ്സിലാക്കുവാനോ എനിക്ക് സാധിച്ചില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു സഹോദരൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പിന്നെ സ്നേഹം തരേണ്ടത് ബന്ധുക്കളാണ്, കൂട്ടക്കാരാണ്. അവരിൽ പലരും തന്തയില്ല മോനെ എന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നവർ, ശേഷിക്കുന്നതിൽ ഒരു വിഭാഗം എൻ്റെ അകൃത്യങ്ങൾ മൂലം എന്നെ വീട്ടിൽ കയറ്റാത്തവർ, പിന്നെ ശേഷിക്കുന്ന ഒരു വിഭാഗം നീ നന്നായാലും നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, അത് നിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ. പിന്നെ സ്നേഹം തരേണ്ടത് കൂട്ടുകാരാണ്. എനിക്ക് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് കൂട്ടുകാരൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മ ഓരോ വീടുകളിൽ ഭിക്ഷ യാചിച്ച് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾ നിലത്തിട്ടിരുന്ന് നിരങ്ങി മൂടൊക്കെ കീറിപ്പറഞ്ഞു പോയ പഴയ വള്ളിനിക്കറും ഉടുപ്പും ഒക്കെ വീടിൻ്റെ മൂലയിലൊക്കെ കൂട്ടിയിടും. അമ്മ കടന്നു ചെല്ലുന്ന സമയത്ത് എനിക്ക് ചേരുന്ന വസ്ത്രങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ കീറിപ്പറഞ്ഞതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലെ കീറിപ്പറഞ്ഞു പോയ പഴയ കൈലിയുടെ കഷ്ണമൊക്കെ കണ്ടിച്ചെടുത്ത് കൈത്തയ്യൽ തയ്ച്ച് തുന്നിത്തയ്ച്ച് എൻ്റെ അമ്മ എനിക്കത് ഇടാനായിട്ട് തരും. അങ്ങനെ കീറി തുന്നിത്തയ്ച്ച് ഉടുപ്പും നിക്കറും ഒക്കെ ഇട്ട് മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് കറുത്ത് പടച്ച് ചൊറിയും പിടിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കറുപ്പായിന്നും പാണ്ടിക്കാരാന്നും ഒക്കെ വിളിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഈ മയക്കുമരുന്നിലൂടെയും അത് പങ്കുവെച്ച് തരുന്ന കൂട്ടുകാരുടെ കൂട്ടായ്മയിലൂടെയും കണ്ടെത്തുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഓരോ ദിവസവും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയിൽ ആഴപ്പെട്ട് ആരും നിയന്ത്രിക്കാനില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തെരുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാം തിന്മകളിലൂടെയും മ്ലേച്ഛതകളിലൂടെയും വളർന്ന് വലുതാകുമോ ആ മേഖലകളിലൂടെയെല്ലാം ഞാനും വളർന്ന് വലുതായി. എനിക്കൊരു 25 വയസ്സ് അധികം പ്രായമായപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ആൺമക്കളുള്ള ഒരു 80% മാതാപിതാക്കളും ഇന്നും ചിന്തിക്കുന്നത് പോലെ എൻ്റെ അമ്മയും ചിന്തിച്ചു, ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ 1993 ഫെബ്രുവരി മാസം 3-ാം തീയതി ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഒരു SNDP യൂണിയനിൽപ്പെട്ട ഒരു ഭവനത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി എൻ്റെ വിവാഹം നടത്തി. എന്നാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എത്രയേറെ പരാജയമായിരിക്കുമോ അതിനേക്കാൾ ഉപരിയായി എൻ്റെ കുടുംബജീവിതവും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ 8 മാസത്തെ കുടുംബജീവിതത്തിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും 1994 ഏപ്രിൽ മാസം 1-ാം തീയതി അന്നൊരു ദുഃഖവെള്ളിയാഴ്ചയും കൂടിയായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം എന്നേക്കുമായി വേർപെടുത്തി. തുടർന്ന് നെടുങ്കുന്നം കോപ്പറേറ്റീവ് ബാങ്കിൽ അല്പം കടബാധ്യതയൊക്കെയായി ആ കടം വീട്ടാൻ മാർഗമില്ലാതെ ജപ്തി നടപടികളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നെടുങ്കുന്നത്ത് ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ് കടമെല്ലാം വീട്ടി 1995 ജൂലൈ മാസം 10-ാം തീയതി കട്ടപ്പനയ്ക്കടുത്ത് നരിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഞാനവിടെ താമസം ആരംഭിച്ചു. ഈ അവസരത്തിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് 70-ൽ പരം വയസ്സ് പ്രായമായി. അമ്മയുടെ കുടലിൽ കുരുക്കൾ വന്ന് അൾസർ എന്ന രോഗം വന്ന് ഈ കുടൽ മുഴുവൻ പഴുത്ത് പൊട്ടി അമ്മ നടന്നു പോകുന്ന വഴിക്ക് അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു രോഗ അവസ്ഥയിൽ എൻ്റെ അമ്മ എത്തിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല, ഇതിനി സൗഖ്യം പെടുത്താനായിട്ട് സാധ്യമല്ല, പ്രായം അതിക്രമിച്ചതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനും സാധിക്കില്ല, അതുകൊണ്ട് അമ്മ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും ഉപേക്ഷിക്കപ്പെട്ട രോഗിയും വൃദ്ധയുമായ ഈ അമ്മയുമായിട്ട് ഞാൻ ഹൈറേഞ്ചിൽ താമസം ആരംഭിച്ചു. പ്രൈവറ്റ് ബസ്സിൽ ക്ലീനറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കട്ടപ്പന ടൗണിൽ എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. കട്ടപ്പന ചെന്ന് കഴിഞ്ഞ് ബസ്സിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് കട്ടപ്പന മാർക്കറ്റിലെ ഹോട്ടലുകളിൽ വിറക് കീറുന്ന ഒരു ജോലി ഞാൻ ഏറ്റെടുത്തു. അതുവഴി അവിടെ പാട്ടത്തോക്കിന് വെള്ളം കോരുന്നവരുമായിട്ട് പരിചയപ്പെട്ടു. വെള്ളം കോരിച്ചയും വിറക് കീർച്ചയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം 250 മുതൽ 300 രൂപ വരെ പ്രതിഫലം കിട്ടുന്ന രീതിയിൽ എനിക്ക് ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. ഹൈറേഞ്ചിൽ ആ കാലഘട്ടത്തിൽ ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയാൽ 70 രൂപ പ്രതിഫലം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ ജോലികളിലൂടെ എനിക്ക് 250 മുതൽ 300 രൂപ വരെ ശമ്പളം കിട്ടും. പക്ഷെ 300 രൂപ ശമ്പളം
ശമ്പളം കിട്ടുമ്പോൾ ഞാനൊരു 10 പൊതി കഞ്ചാവ് ഉപയോഗിക്കും. 1 പൊതി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 3 വീടി തെറുക്കാനുള്ള കഞ്ചാവാണ് 1 പൊതി കഞ്ചാവ്. കൂട്ടുകാർക്കൂടെയൊക്കെ വിതരണം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു 10 പൊതി കഞ്ചാവ് വാങ്ങിക്കും. അങ്ങനെ 10 പൊതി കഞ്ചാവിന് 10 രൂപ വെച്ച് 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുക്കും. ആന്റണി സർക്കാർ 11 മാസത്തെ ഭരണത്തിന് കയറി ചാരായം നിർത്തലാക്കിയ സമയമാണ്. കേരളത്തിൽ ചാരായം നിർത്തലാക്കുമ്പോൾ വിദേശ മദ്യത്തിൻ്റെ 70 രൂപയിലൊക്കെ കിടന്ന ഒരു പൈൻറ്റിന് ഒറ്റയടിക്ക് 135 രൂപയായി. അപ്പം 135 രൂപ മദ്യശാലയിലും 100 രൂപ കഞ്ചാവ് കച്ചവടക്കാരൻ്റെ കയ്യിലും കൊടുത്ത് കൂട്ടുകാരോടൊത്ത് കുടിച്ച് കൂത്താടി എവിടെ വീഴുന്നോ അവിടെ കിടന്നിട്ട് രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മകൻ എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നിട്ട് മകനോടൊത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മയായിരിക്കും കണ്ടുമുട്ടുക. എന്നാൽ ഈ കാലഘട്ടമൊക്കെ ആയപ്പോൾ അമ്മയെ സംരക്ഷിക്കുന്നതിൽ നിന്നും അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ നിന്ന് പോലും ഈ മകൻ ഒരുപാട് പിന്നോട്ട് പോയി. കാരണം ഞാനിങ്ങനെ തന്തയില്ലാ മോനെ എന്നുള്ള വിളി കേൾക്കാനും എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാനും അമ്മ കൂടെ കാരണമാണെന്നുള്ള തെറ്റായ ബോധ്യത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ പലപ്പോഴും അമ്മയുമായിട്ട് വാക്കറ്റമുണ്ടാകാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി 2 മണിക്ക് അമ്മയുമായി വാക്കറ്റമുണ്ടായി. അവസാനം അമ്മയെ കൊല്ലാൻ വേണ്ടി ഒരായുധമെടുത്ത് അമ്മയുടെ പെടലിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ മുറിവ് അമ്മയുടെ പെടലിക്ക് ഉളവാക്കിയപ്പോൾ മദ്യലഹരിയിൽ നിന്നിരുന്ന എന്നെ തള്ളി താഴെയിട്ട് ആ രാത്രി തന്നെ തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ച് പ്രഭാതത്തിൽ അവരോട് വണ്ടിക്കൂലിയും വാങ്ങിച്ച് അമ്മ നാട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മ നാട്ടിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ വളരെ വേഗം എനിക്ക് കട്ടപ്പനയിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. കട്ടപ്പന മാർക്കറ്റിൽ നിന്ന് പച്ചമീൻ എടുത്ത് തലച്ചുമടെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നു. കിട്ടുന്ന കാശ് മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കടബാധ്യതയായി. എനിക്ക് ഈ മീൻ തന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അല്പം ഗുണ്ടായുസമൊക്കെ ഉള്ളത് കൊണ്ട് കട്ടപ്പനയിലേക്കുള്ള എൻ്റെ കയറ്റം നിലച്ചു. ഏതാനും ദിവസങ്ങൾ ടൗണിലേക്ക് എന്നെ കാണാതെ വന്നപ്പോൾ ടൗണിലുണ്ടായിരുന്ന ഏതാനും സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അവരെന്നെ ആശ്വസിപ്പിച്ചു. വീണ്ടും ടൗണിലേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞെങ്കിലും ഈ മീൻകാരെ ഭയന്ന് ടൗണിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ബസ്സിലെ ജോലിയൊക്കെ ആയിട്ട് വീണ്ടും കൂടുതൽ അലഞ്ഞു തിരിഞ്ഞുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ ജീവിതം ഒരു 2 മാസം തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന 2 മുറിയുള്ള പെര ചെതല് കയറി താഴെ വീണു. ഈ വീട് നന്നാക്കാൻ മാർഗമില്ലാതെ ഒരു വാടകക്കാരെ കണ്ടുപിടിച്ച് അവരോട് 4000 രൂപ സെക്യൂരിറ്റി വാങ്ങിച്ച് ഈ വീട് നന്നാക്കി 1 വർഷത്തേന് ഞാൻ അവർക്ക് വാടകയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ പ്രശ്നം ഉദിച്ചു. എനിക്ക് കയറിക്കിടക്കുവാനായിട്ട് സ്ഥലമില്ല. നാട്ടിൽ ചെന്നാൽ ബന്ധുമിത്രാദികളുടെ ആരുടെയും വീട്ടിൽ എന്നെ കയറ്റിക്കിടത്തത്തില്ല. പോലീസുകാരുടെ ഉപദ്രവം കാരണം ഒരു കടത്തണ്ണയിൽ പോലും കടക്കാൻ പറ്റാത്ത സാഹചര്യം. സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും താൽക്കാലികമായിട്ടാണെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് താമസിക്കുന്ന കാഞ്ചിയാറ് പള്ളിക്കവലയിൽ കട്ടപ്പനയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു കെട്ടിടം 1 വർഷത്തേന് വാടകയ്ക്കെടുത്ത് ഒരു ചായക്കട നടത്തുകയായിരുന്നു. ഞാൻ ആ ചായക്കടയിലേക്ക് കടന്നു ചെന്ന് 30 രൂപ കൂലിക്ക് പ്ലേറ്റ് കഴുകുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ കടയിലേക്ക് പ്രവേശിച്ചു. കയറിക്കിടക്കാൻ 30 രൂപയെ പ്രതിഫലം ലഭിക്കുകയുള്ളെങ്കിലും കയറിക്കിടക്കാൻ ഒരിടവും സമയത്ത് കഴിക്കാൻ ആഹാരവും ലഭിക്കും എന്നതായിരുന്നു ഏക ആശ്വാസം. എന്നാൽ മനുഷ്യൻ തരുന്ന ആശ്വാസമൊന്നും ആരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ മനുഷ്യരിലൂടെ കണ്ടെത്തുന്ന ആശ്വാസമൊന്നും ആരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ആ ചായക്കട ജീവിത അനുഭവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. പാപി എല്ലുനിറം പാതാളമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെന്നതിൻ്റെ 8ാമത്തെ ദിവസം കട പൊട്ടി. കടക്കാരൻ രായ്ക്കരാമാനം ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഒരു 2 ആഴ്ചക്കാലം കൂടെ ഞാൻ ആ കടയിൽ അന്തിയിറങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ആ കട മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന കാരണത്താൽ ആ കടയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ബസ്സിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന കരിയോയിലും ഗ്രീസുമൊക്കെ പറ്റി കീറിപ്പറഞ്ഞു പോയൊരു മുണ്ടുമെടുത്തൊരു ഷർട്ടുമിട്ട് കാഞ്ചിയാറ് പള്ളിക്കവല നടു റോഡിലിറങ്ങി എങ്ങോട്ട് പോകും എന്ത് ചെയ്യുമെന്നറിയാതെ വേദനയോടെ നിൽക്കുമ്പോൾ നേരെ മുൻവശത്ത് 3 വശം മറച്ചു കെട്ടി മുകളിൽ സാംസ്കാരിക നിലയമൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ കയറി അന്തി ഉറങ്ങുവാനായിട്ട് ആരംഭിച്ചു. ഒരു 2 മാസക്കാലത്തോളം ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നു. വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്ന സമയത്ത് പകല് പണിക്ക് പോയാൽ 70 രൂപ കിട്ടും. സന്ധ്യയാകുമ്പോൾ 50 രൂപയുടെ കഞ്ചാവ് വാങ്ങിക്കും, 10 രൂപയുടെ തെറുപ്പടിയും തീപ്പെട്ടിയൊക്കെ വാങ്ങിക്കും, 10 രൂപ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചിട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൽ കയറി കിടക്കും. കൃഷിപ്പണിയുമായിട്ട് ചെറുപ്പം മുതൽ തന്നെ യാതൊരുവിധ ബന്ധവുമില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു പണിയും ലഭിക്കാതായി. ഏതാനും ദിവസങ്ങൾ
ജോലി ചെയ്ത 1-2 വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ആഹാരമില്ലാതായി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതുകൊണ്ട് കുളിയില്ല, നനയില്ല, മുടിവെട്ടില്ല, പല്ലുതേരില്ല, ഷേവ് ചെയ്യത്തില്ല, വൃത്തി മെനയുമില്ലാതെ ശരീരം മുഴുവൻ എട്ടുകാലി പോലുള്ള പേനുമൊക്കെ പിടിച്ച് വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പട്ടാപ്പകല് പരിസരബോധം പോലും മറന്നിരുന്ന് ചിരിക്കുകയും വർത്തമാനം പറയുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിൽ കാഞ്ചാറ് പള്ളിക്കവല ഈ വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് എപ്പോഴോ ബോധം വീണ ഒരവസരത്തിൽ, സ്വബോധമല്ല മറിച്ച് എപ്പോഴോ ബോധം വീണ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത കടന്നു വന്നു. ഇങ്ങനെ പോയാൽ പറ്റുകയില്ല, എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരാഗ്രഹമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, പോട്ടയ്ക്ക് പോകണം, പനക്കിളച്ചനെ കണ്ട് സങ്കടമെല്ലാം പറയണമെന്നൊരു ചിന്തയാണ്. ഞാനങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. 94 ഞാൻ നെടുങ്കുന്നത്ത് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വഴിപ്ലാക്കൽ എന്ന് പറഞ്ഞൊരു കത്തോലിക്ക ഭവനമുണ്ടായിരുന്നു. അവിടെ ഏലിക്കുട്ടി എന്ന് പറയുന്ന 60 വയസ്സ് പ്രായമായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഈ ബസ്സിലെ ജോലിയിലേക്ക് ഞാൻ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഈ വീടുമായിട്ട് എനിക്ക് അവേദ്യമായ ഒരു ബന്ധമുണ്ട്. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കും. വളരെ സ്നേഹത്തോടെ ഈ അമ്മച്ചി എനിക്ക് ഭക്ഷണം തരികയും ചെയ്യും. എന്നാൽ എൻ്റെ കുടുംബജീവിതം കൂടെയൊക്കെ തകർന്ന് 24 മണിക്കൂറും മദ്യലഹരിയിൽ, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നടക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ പിന്നീട് ഞാൻ ആഹാരം കഴിക്കാൻ കടന്നു ചെന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് മടങ്ങി പോകുന്നത് വരെ ഈ അമ്മച്ചി ആവർത്തിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അമ്മച്ചി ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്: മോനെ, നീ പോട്ടയ്ക്ക് പോകണോടാ, പനക്കിളച്ചനെ കാണണോടാ, അച്ഛനോട് എൻ്റെ സങ്കടമെല്ലാം പറയണോടാ, അച്ഛൻ നിന്നെ അവിടെ നിർത്തുവിടാ, നിന്നെപ്പോലെയുള്ള അനേകർ അവിടെ പോയി രക്ഷപ്പെടുന്നുണ്ടടാ, ഇന്നടത്ത് ഇന്നാരൊക്കെ അവിടെ പോയി അവിടെ രക്ഷപ്പെട്ടത്, നീ ഇങ്ങനെ തെരുവിൽ നശിക്കേണ്ട ഒരാളല്ലടാ, നീ പോട്ടയ്ക്ക് പോകണം, പനക്കിളച്ചനെ കാണണം, അച്ഛനോട് എൻ്റെ സങ്കടമെല്ലാം പറയണം, അച്ഛൻ നിന്നെ അവിടെ നിർത്തുവിടാ, യേശു നിന്നെ രക്ഷിക്കുവിടാ എന്ന് ഈ അമ്മച്ചി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അമ്മച്ചിയിലൂടെ ദൈവമായ കർത്താവ് എന്നെ പഠിപ്പിച്ച് ഒരിക്കലും ഒളിമങ്ങാത്ത ഒരു പാഠം: ഒരു സുവിശേഷകൻ പരാജയപ്പെട്ടാലും സുവിശേഷം ഒരിക്കലും പരാജയപ്പെടത്തില്ല എന്നുള്ള ഒരു വലിയ സത്യമാണ്.